BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പുകയില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ മുന്നേറ്റത്തിന് ഹുസൈൻ അൽ റയീസിന് ലോകാരോഗ്യ സംഘടനയുടെ അവാർഡ് ലഭിച്ചതായി ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ സയ്യിദ് ജവാദ് ഹസൻ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ഷൻ ഹെഡായ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് അവാർഡിന് അർഹമാക്കിയത്. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. ഹുസൈൻ അൽ റയീസിന് ആരോഗ്യമന്ത്രി പ്രത്യേകം ആശംസകൾ നേരുകയും ചെയ്തു. ചൈന അറബ് സ്റ്റേറ്റ് കോർപ്പറേഷൻ ഫോറത്തിന്റെ 10ാം മന്ത്രിതല യോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഹമദ് രാജാവ് പങ്കെടുത്തു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ ഫോറത്തിൽ പങ്കെടുത്ത അറബ് നേതാക്കളെ പ്രസിഡന്റ് ജിൻപിങ് സ്വാഗതം ചെയ്യുകയും ചൈനീസ് അറബ് ബന്ധം കൂടുതൽ വികസിപ്പിക്കാനുള്ള ചൈനയുടെ പ്രതിജ്ഞാബദ്ധത ഊന്നിപ്പറയുകയും ചെയ്തു. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള പലസ്തീൻ ജനതയുടെ അവകാശം സംരക്ഷിക്കാനായി അന്താരാഷ്ട്ര സമാധാന സമ്മേളനം വിളിക്കണമെന്നും ഹമദ് രാജാവ് ആവശ്യപ്പെട്ടു. ഈ സമ്മേളനത്തിന് ബഹ്റൈൻ ആതിഥേയത്വം വഹിക്കാൻ സന്നദ്ധമാണ്. ഗസ മുനമ്പിലെ വിനാശകരമായ യുദ്ധം അവസാനിപ്പിക്കാനും സിവിലിയന്മാർക്ക് മാനുഷിക സഹായം എത്തിക്കാനും അന്താരാഷ്ട്ര സമൂഹം അനുശാസിക്കുന്ന മാന്യമായ ജീവിതത്തിനുള്ള അവരുടെ അവകാശം സംരക്ഷിക്കാനും അടിയന്തര നടപടികൾ വേണം. ഫലസ്തീന് സമ്പൂർണ്ണ അന്താരാഷ്ട്ര അംഗീകാരത്തിനും ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണാംഗത്വം നൽകുന്നതിനുമുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കണം. അറബ് സമ്മേളനം ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുത്തിരുന്നു. ഇക്കാര്യത്തിലുള്ള ചൈനയുടെ ശ്രമങ്ങളെ വളരെയധികം മതിപ്പോടുകൂടിയാണ് കാണുന്നത്. അറബ് ചൈനീസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സമ്മേളനം ഇടവരുത്തും. നിക്ഷേപം, തൊഴിലവസരങ്ങൾ, സാമ്പത്തിക സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പരിവർത്തനം എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും സമ്മേളനം കാരണമാകുമെന്നും ഹമദ് രാജാവ് പറഞ്ഞു. വിവിധ അറബ് രാഷ്ട്ര നേതാക്കളും സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഉന്നത ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. ബഹ്റൈനും ചൈനയ്ക്കും ഇടയിലുള്ള വ്യാപാര, സാമ്പത്തിക, നിക്ഷേപ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകളും സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കും. വിവിധ നേതാക്കളുമായി ഉന്നതതല യോഗങ്ങളും ചർച്ചകളും സന്ദർശനത്തിന്റെ ഭാഗമായും ഒരുക്കിയിട്ടുണ്ട്. സൽമാൻ സിറ്റിയിലെ പാർപ്പിട യൂണിറ്റ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. പാർപ്പിടകാര്യ മന്ത്രാലയവും ഡെൽമൺ ഗേറ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി സഹകരിച്ചാണ് 131 പാർപ്പിട യൂണിറ്റുകൾ നിർമ്മിക്കുന്നത്. സർക്കാർ ഭൂമി വികസന പദ്ധതി പ്രകാരം സ്വകാര്യ മേഖലയുമായി ചേർന്നാണ് പാർപ്പിട പദ്ധതികൾക്ക് തുടക്കമായത്. പാർപ്പിട നഗരാസൂത്രണകാര്യ മന്ത്രി ആമിന ബിൻ അഹമ്മദ് അൽ റുമൈഹി, ഡെൽമൺ ഗേറ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനി CEO അബ്ദുള്ള അലി അൽ റിസ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ സമാനമായ പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതായി മന്ത്രി വ്യക്തമാക്കി. ഗുണഭോക്താക്കൾക്ക് തഹ്സീൽ മസായ എന്നീ പദ്ധതികളിലൂടെ ലോൺ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും ഡെൽമൺ ഗേറ്റ് കമ്പനി വൃത്തങ്ങൾ വ്യക്തമാക്കി. ജനബിയയിലെ 87ാമത് റോഡുമായി ചേരുന്ന സിഗ്നലിന് സമീപം ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രാലയം അറിയിച്ചു. അറ്റകുറ്റപ്പണികൾക്കായി ഒരു ലൈൻ വഴിയായിരിക്കും ഗതാഗതമുണ്ടാവുക. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി മുതൽ ഞായറാഴ്ച രാവിലെ 5 വരെയായിരിക്കും നിയന്ത്രണമുണ്ടാവുകയെന്നും അതോറിറ്റി അറിയിച്ചു. കർസഖാനിലുണ്ടായ അടിപിടി കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച് പ്രചരിച്ച വീഡിയോ ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. കച്ചവട സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പൊതുനിരത്തിലേക്ക് നീണ്ടത്. സ്ഥാപനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ ഉപഭോക്താവിന്റെ കാർ കേടുവരുത്തുകയും ഒരാൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെക്കാൻ ഉടൻ തന്നെ പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ 77ാമത് ജനറൽ അസംബ്ലിയിൽ ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ സയ്യിദ് ജവാദ് ഹസൻ പങ്കെടുത്തു. ജനീവയിലെ ലോകാരോഗ്യ സംഘടനാ ആസ്ഥാനത്തായിരുന്നു സമ്മേളനം. വിവിധ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത യോഗം ആരോഗ്യത്തിനായി എല്ലാവരുടെ ആരോഗ്യത്തിനായി എന്ന പ്രമേയത്തിലാണ് നടക്കുന്നത്. ബഹ്റൈനെ പ്രതിനിധാനം ചെയ്ത ആരോഗ്യമന്ത്രി അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയും രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും പുരോഗതിയും വിശദീകരിക്കുകയും ചെയ്തു. കൊറിയ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഏജൻസി കമ്മീഷണർ ഡോക്ടർ യഗ്മിജിയുമായി ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ സയ്യിദ് ജവാദ് ഹസൻ കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നതിനും മറ്റും രാജ്യങ്ങളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെയും വിജയകരമായ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതിന്റെയും പ്രാധാന്യം ആരോഗ്യമന്ത്രി ഊന്നിപ്പറഞ്ഞു. വൈദഗ്ധ്യം സംബന്ധിച്ച കൈമാറ്റം, രോഗവാഹകരെ നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതികൾ, പ്രതിരോധ പരിപാടികൾ എന്നിവ ഉൾപ്പെടെ പൊതുവായ താൽപ്പര്യമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ബഹ്റൈൻ നവകേരള കോർഡിനേഷൻ സമ്മേളനം നാദാപുരം മുൻ MLA സത്യൻ മൊബികേരിയുടെ സാന്നിധ്യത്തിൽ കലവറ പാർട്ടി ഹാളിൽ നടന്നു. സെക്രട്ടറി ഷാജി മുതലയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി ജേക്കബ് മാത്യുവിനെയും തെരഞ്ഞെടുത്തു. 13-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. കമ്മിറ്റി അംഗങ്ങൾ AK സുഹൈൽ, അജയ്കുമാർ KS, V ബഷീർ, NK ജയൻ, പ്രവീൺ മേൽപത്തൂർ, ശ്രീജിത്ത് മൊഗേരി, ബിജു ജോൺ, അസീസ് ഏഴംകുളം, മനോജ് കൃഷ്ണ, പ്രശാന്ത് മണിയൂർ, സുനിൽ ദാസ് ബാല.
ഡ്രൈവിംഗ് ടെസ്റ്റ് സമരം തീർന്നെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകാരെ വെട്ടിലാക്കി വീണ്ടും മോട്ടോർ വാഹന വകുപ്പ് ടെസ്റ്റിന് അംഗീകൃത ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യം ശനിയാഴ്ച മുതൽ നിർബന്ധമാക്കി. ഗതാഗത കമ്മീഷണർ ഉത്തരവിറക്കി. പഠിതാക്കളെ ടെസ്റ്റിന് എത്തിക്കേണ്ടത് അതത് സ്കൂളുകളുടെ അംഗീകൃത പരിശീലകൻ നേരിട്ടായിരിക്കണം. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇവർ രജിസ്റ്ററിൽ ഒപ്പിടണമെന്നുമാണ് പുതിയ വ്യവസ്ഥ. അംഗീകാരമുള്ള ഒരാൾ എത്തിച്ച ശേഷം ഒന്നിലധികം സ്കൂളുകളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് തടയിടാൻ രജിസ്റ്ററുകൾ ഒത്തുനോക്കാനും നിർദ്ദേശം നൽകി. ക്രമക്കേട് കാട്ടുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടിയെടുക്കും. വഴിവിട്ട സഹായം ചെയ്യുന്നവരെ കൂടുതൽ സ്ക്വാഡിനെയും നിയോഗിച്ചിട്ടുണ്ട്. ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശം ഇപ്പോൾ നടപ്പാക്കില്ലെന്നാണ് ഗതാഗത മന്ത്രി CITUവിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ചർച്ചയുടെ മിനിറ്റ്സിലും ഉത്തരവിലും ഇൻസ്ട്രക്ടർ നിർദ്ദേശം അടിവരയിട്ട് പറയുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഔദ്യോഗികമായി ശനിയാഴ്ച ജലം തുറന്നുവിടും. തേനി കളക്ടർ ഷജീവനെയാണ് തേക്കടിയിലെ ഷട്ടർ തുറന്ന് ജലമൊഴുക്കുക. തേനി ജില്ലയിലെ 14,707 ഏക്കർ സ്ഥലത്തെ നെൽകൃഷിയും കുടിവെള്ള ആവശ്യത്തിനുമായി സെക്കൻഡിൽ 3 ഘന അടി ജലവുമാണ് തുറന്നുവിടുക. അണക്കെട്ടിൽ നിലവിൽ 119.10 അടി ജലമാണുള്ളത്. സെക്കൻഡിൽ 2,466 ഘന അടി ജലമാണ് ഇപ്പോൾ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിനിടെ മഴക്കാലത്ത് അണക്കെട്ടിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര നിരീക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 13, 14 തീയതികളിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധനയും നടത്തും. കാറിനുള്ളിൽ യൂട്യൂബർ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. യൂട്യൂബർ സഞ്ജു ടെക്കിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും ജൂൺ 7-നകം അറിയിക്കാൻ മോട്ടോർ വാഹന വകുപ്പിനോട് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ വിഷയത്തിൽ ഇടപെട്ടത്. ഇക്കാര്യത്തിൽ കർശന നടപടി വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. ചട്ടവിരുദ്ധമായ വാഹനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്ന വ്ലോഗർമാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും കോടതി നേരത്തെ പലതവണ ഉത്തരവിട്ടതാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കാൻ ഗതാഗത കമ്മീഷണർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകാൻ കോടതി നിർദ്ദേശിച്ചു. ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് പരിഗണിക്കവെയാണ് ഈ വിഷയം കോടതി പരാമർശിച്ചതും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതും. 4 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് വൈത്തിരിയിലെ ഹോട്ടൽ അധികൃതർ പൂട്ടിച്ചു. ചേലോട് പെട്രോൾ പമ്പിന് സമീപമുള്ള ബാംബു ഹോട്ടലും ചുണ്ടയിലുള്ള അനുബന്ധ ഹോട്ടലുമാണ് ഇന്നലെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിയ പരിശോധനയ്ക്ക് ശേഷം അടപ്പിച്ചത്. വയനാട് കാണാനെത്തിയ കോഴിക്കോട് ചാത്തമംഗലം സ്വദേശികളായ നാലംഗ കുടുംബത്തിനാണ് ഇന്നലെ ചേലക്കോട്ടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏറ്റത്. ഇവരിൽ 11 വയസ്സായ ബാലികയെ സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരുന്നു. ബാംബു ഹോട്ടലിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച ഇവർ അമ്പലവയലിൽ എത്തിയപ്പോഴേക്കും 4 പേർക്കും അസ്വസ്ഥ അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് അമ്പലവയലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളം തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായി കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടുത്ത 7 ദിവസം സംസ്ഥാനത്ത് വ്യാപകമായി ഇടിമിന്നൽ, കാറ്റ് എന്നിവയോട് കൂടിയ മിതമായതോ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇതിന് പിന്നാലെ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് പുതുക്കി. ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം മുതൽ വടക്കോട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മെയ് 31 മുതൽ ജൂൺ 2 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.